വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ നിലമ്പൂർ കരുളായിൽ അമ്മായിയമ്മയ്ക്ക് ചായ കൊടുത്തില്ല എന്ന് പറഞ്ഞ പേരിൽ മരുമകളെ വെട്ടിക്കൊലപ്പെടുത്തുകയുണ്ടായി. 6 വെട്ട് ആണ് അവർ വെട്ടിയിട്ടുള്ളത്. 4 വെട്ട് കഴുത്തിനും 2 വെട്ട് കൈക്കും. അവിടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ അമ്മയെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ 4 വെട്ടും 6 വെട്ടൊക്കെ വെട്ടണ സമയത്ത് ആ സമയം കൊണ്ട് അവർക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചൂടെ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതുപോലെ സഹിച്ച് ജീവിക്കുന്ന കുറേ മക്കളും അമ്മായിയമ്മമാരും എല്ലാവരും ഉള്ളൊരു ലോകമാണിത്. എന്തിനാണ് വെറുതെ ഉള്ള സമയത്ത് സന്തോഷത്തോടു കൂടി ജീവിച്ചൂടെ? ഇനി അഥവാ അങ്ങനെ സഹിച്ച് ജീവിക്കാൻ പറ്റൂലെങ്കിൽ തന്നെ അവർക്ക് ഒന്ന് മാറി താമസിച്ചാൽ മതിയായിരുന്നു. മകൻ കൂലിപ്പണിക്ക് പോയിട്ടാണ് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ടാപ്പിംഗ് തൊഴിലാളിയാണ്, ഓട്ടോ തൊഴിലാളിയാണ്. അവർ ഓട്ടോ ഓടിക്കാൻ പോയ സമയത്താണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ടല്ലോ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒന്നും നമുക്കറിയില്ല. വളരെ സങ്കടം തോന്നുകയാണ്. ഇനി ആ കുഞ്ഞുമക്കൾക്ക് അമ്മയുമില്ല. 30 വയസ്സ് മാത്രമാണ് അവർക്ക് പ്രായമുള്ളത്. ആ കുഞ്ഞുമക്കളെ ഇനി ആര് നോക്കും? പിന്നെ അമ്മയ്ക്ക് ഇനി ജയിലിൽ പോയി നന്നായിട്ട് കിടക്കുകയും ചെയ്യാം. അത് കഴിയുമ്പോൾ എന്തായിരിക്കും? ആര് നോക്കും അവരെ? വളരെ സങ്കടം തോന്നുകയാണ്. എന്താണ് കാലത്തിൻ്റെ ഒരു പോക്ക്? ഇതിൽ നമ്മളെല്ലാവരും പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇനിയും ഒരു കുടുംബത്തിലും ഇങ്ങനൊരവസ്ഥ വരരുതേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയ വാടക വീടെടുത്ത് ഒന്ന് മാറി താമസിച്ചാൽ പോരെ? ഇങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടോ? എല്ലാം മക്കളും മരുമക്കളൊക്കെ വീട്ടിലേക്ക് തെറ്റിയൊക്കെ വരുമ്പോഴേ മക്കളോട് പറയും അതൊക്കെ ശരിയാകുമെന്ന് പറഞ്ഞ് തിരിച്ചു വിടും. ഇവർക്ക് അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെ തിരിച്ചു വിടുമ്പം വീട്ടുകാർക്ക് ചിലപ്പോൾ അത് ഭയങ്കര അവർക്കൊരു നാണക്കേട് പോലെ മക്കളെ തിരിച്ച് പറഞ്ഞയക്കുന്നതായിരിക്കും. മക്കൾ വീട്ടിൽ വന്ന് നിൽക്കുമ്പം രക്ഷിതാക്കൾക്ക് ബുദ്ധിമുട്ടാണല്ലോ പുറത്ത് ആളുകൾ ചോദിക്കുമ്പോൾ. അപ്പോൾ പിന്നീട് നമ്മുടെ മക്കളെ ശരീരം മരിച്ച നിലയിൽ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ആ വീട്ടുകാരനുഭവിക്കുന്ന വേദനയ്ക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയൊരവസ്ഥ ഇങ്ങനെയൊരവസ്ഥ ഒരാൾക്കും ഉണ്ടാവരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.